മരണം എപ്പോഴാണ് വരിക എന്നറിയില്ല. മരണം അജ്ഞാതമാണ്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചവരുണ്ട്. രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മരണപ്പെട്ടു. കേട്ടില്ലേ? സൈലന്റ് അറ്റാക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഡോക്ടർ ലെക്ചർ സൈലന്റ് അറ്റാക്കായിട്ട് മരണപ്പെട്ടു. എത്ര മരണങ്ങളാണ് പെടുന്നതിന്. ഉറക്കത്തിൽ മരണപ്പെട്ട എത്ര കൂട്ടുകാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. ലോകത്ത് മരണപ്പെട്ട ഭൂരിപക്ഷ ആൾക്കാരും പ്രായം കൂടുതൽ എത്തിയിട്ട് മരിച്ചവരൊന്നുമല്ല. 106 വയസ്സിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ആ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്താൽ, മയ്യത്ത് സംസ്കരണ പരിപാടിയിൽ പങ്കെടുത്താൽ നമുക്ക് തോന്നും ഞാനും അതേ പ്രായം വരെ ജീവിക്കുന്നു. അങ്ങനെ വിചാരിക്കരുത്. ലോകത്ത് മഹാഭൂരിപക്ഷ ആൾക്കാരും മരണപ്പെട്ടത് ചെറിയ ചെറിയ പ്രായങ്ങളിലാണ്. നിങ്ങളൊന്ന് പള്ളി മൈതാനിയിൽ പോയി ഖബറിൽ കിടക്കുന്നവരുടെ ആയുഷ്കാലത്തെ ഒന്ന് കണക്കെടുത്ത് നോക്കൂ. ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ സയ്യിദുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ പറയാൻ അധിക ആൾക്കാരും വളരെ ചെറിയ ചെറിയ പ്രായത്തിൽ മരിച്ചവരാണ്.